പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം അതിരൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കൻ സൈന്യത്തിന് ഇറാൻ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്. കരയുദ്ധം ആരംഭിക്കാനാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ അത്യന്തം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ്റെ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികരെ പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് ഇട്ടുകൊടുക്കുമെന്നും ഖത്തം അൽ അൻബിയ വക്താവ് കേണൽ ഇബ്രാഹിം സുൽഫിക്കർ പറഞ്ഞു. അപ്രതീക്ഷിതമായ ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുകയാണെങ്കിൽ അതിനെ എല്ലാ വിധത്തിലും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. കരമാർഗമോ അല്ലെങ്കിൽ കടൽ മാർഗമോ ഇറാനെതിരെ നീക്കം നടത്താൻ തയ്യാറായാൽ അമേരിക്കൻ സേനയെ തകർക്കാൻ ഇറാൻ പൂർണ്ണ സജ്ജരാണ്. അതിനുവേണ്ടിയുള്ള ദിനങ്ങളിലേക്ക് ഇറാൻ എണ്ണിത്തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ കരയുദ്ധം നടത്തുമെന്നും ഗാർഗ് ദ്വീപ് അടക്കമുള്ള പ്രദേശങ്ങളിൽ അധിനിവേശം നടത്തുമെന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അത്തരം ആഗ്രഹങ്ങളെല്ലാം ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നങ്ങളായി മാത്രമേ കണക്കിലെടുക്കാനാകൂ എന്നും ആക്രമണത്തിനും അധിനിവേശത്തിനും അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇറാൻ സൈന്യം നേരത്തെ തയ്യാറായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ ഭീഷണികളെ നേരിടാൻ ഇറാഖിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ അടക്കം രാജ്യത്ത് എല്ലായിടത്തും തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നുണയനായ പ്രസിഡന്റ് എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റാത്തവനും സ്വന്തം സൈന്യത്തെ അയാൾ കൊലക്ക് കൊടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയെ മാത്രമല്ല യൂറോപ്യൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഒന്നടങ്കം യുദ്ധ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട സ്ഥലകാല ബോധമില്ലാത്ത ഒരാളെയാണ് വാഷിങ്ടൺ സൈനിക നേതൃത്വം ഏൽപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു കരയുദ്ധത്തിന് അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിങ്ടൺ പോസ്റ്റാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പൂർണ്ണമായ തോതിലുള്ള ഒരു സൈനിക അധിനിവേശത്തിന് പകരം പ്രത്യേക സേനാ വിഭാഗങ്ങളെ ഉപയോഗിച്ചുള്ള മിന്നൽ ആക്രമണങ്ങൾക്കാണ് പെൻറ്റഗൺ പദ്ധതിയിടുന്നത്. ഇറാൻ്റെ തന്ത്രപ്രധാന മേഖലയായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനും ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുമാണ് ഈ ഓപ്പറേഷനിലൂടെ അമേരിക്കൻ സൈന്യം ലക്ഷ്യം വെക്കുന്നത്. കരയാക്രമണത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമ അനുമതി നൽകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത കൈവന്നിട്ടില്ല. ഫെബ്രുവരി 28 ആരംഭിച്ച ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ നിരവധി സൈനിക നേതാക്കളും കൊല്ലപ്പെട്ടതോടെ ഇറാനും പ്രത്യാക്രമണം കടുപ്പിച്ചിരുന്നു. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 3 നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വച്ചപ്പോൾ അത് അവഗണിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം തുടരുകയായിരുന്നു. ഇതിനോടകം 2000-ൽ കൂടുതൽ ആളുകൾ ഇറാനിൽ മാത്രമായി കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. യഥാർത്ഥ കണക്കുകൾ ഒരുപക്ഷെ അതിലും കൂടുതലായിരിക്കാം എന്നാണ് സൂചനകൾ. അതിനിടെ സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ E-3 അവാക്സ് കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനം തകർത്തതായി ഇറാൻ പറയുന്നു. ആക്രമണത്തിനായി 6 ബാലിസ്റ്റിക് മിസൈലുകളും 29 ഡ്രോണുകളും ഉപയോഗിച്ചെന്നും അവർ പറയുന്നു. ആക്രമണത്തിൽ തകർന്നത് 2500 കോടി രൂപ വിലയുള്ള സൈനിക വിമാനങ്ങളാണെന്ന് ഇറാൻ പറയുന്നു. റിയാദിൽ നിന്ന് 96 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന റോയൽ സൗദി എയർഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലുള്ള അമേരിക്കൻ ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി ഇതിനു മുമ്പും പലതവണയും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാൻ്റെ ആക്രമണത്തിൽ കുറഞ്ഞത് 10 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.